ഒരു സൈക്കിളല്ലേ പോയത്? കണ്ടിട്ട് കൊതിയാവാ. വല്ലപ്പോഴും പെട്രോൾ പമ്പ് കാണിക്കാൻ ഇതൊന്ന് പമ്പി കയറ്റി കൂടെ? എന്റെ വണ്ടിക്ക് അങ്ങനെയുള്ള അതിമോഹമൊന്നുമില്ല. നീ ഇങ്ങനെ ലൂണയും ചവിട്ടി മുനിവേഷം കെട്ടി ഒടുവിൽ ജമ്മം പാഴാവുന്ന എന്റെ സംശയം. 1-2 ദിവസമായി ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. ഒന്ന് വണ്ടി നിർത്തിയൻ. എന്തിനാ നിർത്തണ? കവച്ചാ പോരെ. ഇനി ഈ ബെൻസിന്നൊന്ന് ഇറങ്ങ്. എന്തിനാ? നിന്റെ ആഗ്രഹം പോലെ തന്നെ നിനക്ക് ചുളിയിൽ കോടീശ്വരനാവാനും എനിക്ക് ആ കോടീശ്വരന്റെ ആശ്രിതനാവാനും ദൈവം തന്നെ ഒരു അവസരം ഒരുക്കി തന്നിരിക്കുക. അത് നമ്മൾ മിസ് ചെയ്യരുത്. മനസ്സിലായില്ല? അതെ, അവൾ മനസ്സുകൊണ്ട് ഭർത്താവായി സ്വയം അവരോധിച്ചെങ്കിലും ഒന്നും നോക്കാതെ ആ സ്ഥാനം നീ ശരീരം കൊണ്ട് ഉപയോഗപ്പെടുത്തണം. എങ്ങനെ? അതെ, അവൾക്ക് തിരിച്ചറിവ് കിട്ടുന്നതിന് മുമ്പ് അത് സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും അവൾക്ക് നിന്നെ തള്ളി പറയാൻ പറ്റില്ല. പിന്നെ ആ ബംഗ്ലാവ് നിനക്ക് സ്വന്തം, ഞാൻ അതിന്റെ മാനേജർ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇന്ന് രാത്രി ആ കുട്ടിയും അങ്ങുമായി സംഗമിക്കണം. സംഗമമോ? മനസ്സ് ചിത്തക നോക്കണ്ടല്ല, എന്നെ നീട്ടൊന്നുമില്ല. എടാ സതീർത്യ, ഇവിടെ മുനിമാര് പോലും സംഗമിച്ചിട്ടുണ്ട്. വിശ്വാമിത്രന് മേനകയും പരാശരന് മത്സ്യഗന്ധിയും. എന്തിനേറെ ഈ ത്രിവേണി സംഗമം വരെ സംഗമിച്ചില്ലേ? അതിനിടയിൽ നിങ്ങളുടെ സംഗമം ഒരു സംഗമല്ല. അങ്ങനെ അവരെ പല ചായച്ച് സംഗമിക്കാനൊന്നും എന്നെ കിട്ടുന്നില്ല. ഞാൻ അത്രയ്ക്ക് വൃത്തിയായിട്ടൊന്നുമില്ല. ഓക്കെ ബഹളം വെക്കണ്ട. ഞാൻ ഒരു ത്യാഗം ചെയ്യാം. എന്ത് ത്യാഗം? ഞാനും ആ കുട്ടിയുമായി സംഗമിച്ചിട്ട് അതിലുണ്ടാവുന്ന ദിവ്യ ഉണ്ണികളുടെ ഫുൾ ക്രെഡിറ്റ് നിനക്ക് തന്നിരിക്കണു. എനിക്ക് വേറെ ഒന്നും വേണ്ട. പോരെ? അരുത് കാട്ടാളാ. എന്റെ വീട്ടിൽ മാത്രമല്ല, നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്. കാമാന്തക, കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാച, കാമരാജ യൂണിവേഴ്സിറ്റി അണ്ടകടാക.